ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഇന്നിതാ വലിയൊരു ബോക്സൊക്കെ കൊണ്ടാണ് കേട്ടോ കിച്ചണിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇന്ദുസ്വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് കേട്ടോ നമുക്ക് ഈ പാത്രങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സിലുള്ള പാത്രങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇന്ദുസ്വാലിത്തെ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി പാത്രങ്ങളാണ് കേട്ടോ എല്ലാം. നമ്മളെ കിച്ചണിൽ അധികം ഇന്ദുസ്വാലിത്തെ പാത്രങ്ങൾ തന്നെയാണ് ഞാൻ കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യൽ. അത് നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണെങ്കിലും അയൺ പാത്രങ്ങളാണെങ്കിലും ഒക്കെ നമ്മളെ കിച്ചണിൽ ഇന്ദുസ്വാലിത്തെ പ്രൊഡക്റ്റുകൾ തന്നെയാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഒരു കിച്ചണിക്ക് വേണ്ട എല്ലാ ഐറ്റംസും വരെ കയ്യിലുണ്ട് കേട്ടോ. അയൺ പാത്രങ്ങളാണെങ്കിലും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളാണെങ്കിലും ഒക്കെ, ഫ്രൈ പാനുകളാണെങ്കിലും കടായികളാണെങ്കിലും അതേപോലെ തന്നെ മൾട്ടിപോട്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിട്ടുള്ള പാത്രത്തിൽ ഒരു പാത്രം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചെറിയൊരു കടായിയാണ് കേട്ടോ. ലിഡോട് കൂടിയിട്ടുള്ള ഒരു കടായിയാണ്. ലോങ് ലാസ്റ്റിക് ആണ്. അതുപോലെ 100% ഫുഡ് സേഫ്. ഈസി ആയിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാനും പറ്റും. അതേപോലെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഈസിയാണ് കേട്ടോ. ഇതാ കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചെറിയൊരു കുഞ്ഞു കടായിയാണ് കേട്ടോ. ഇത് 1.2 ലിറ്റർ ആണ്. അതേപോലെ 20 സെൻറ്റിമീറ്ററും 1.2 kg ആണ് കേട്ടോ വെയിറ്റ് വരുന്നത്. പിന്നെ ഇന്ദുസ്വാലിത്തെ പാത്രങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇന്ത്യസ് നമ്പർ 1 ഹെൽത്തി കുക്ക്വെയർ ബ്രാൻഡാണ്. അപ്പോൾ ഇതൊക്കെ ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് വീട്ടമ്മമാർക്ക് കിച്ചണിൽ എന്തായാലും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഈ ഒരു ഇതുപോലുള്ള കുഞ്ഞു കടായികളൊക്കെ അല്ലേ. നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാനും അതേപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനും ഒരുപാട് കാര്യത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇനി അടുത്ത ബോക്സ് നോക്കട്ടോ. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ഇതും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ബിരിയാണി പോട്ടാണ്, ഒരു കുഞ്ഞു ബിരിയാണി പോട്ട്. ഇതും അതുപോലെ തന്നെ 100% ഫുഡ് സേഫ് ആണ്. അതേപോലെ ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് കുക്ക് ചെയ്യാനും അതേപോലെ തന്നെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഈസിയാണ്. നമുക്ക് ഇൻഡക്ഷനിലും യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റൗമിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതും ലിഡോട് കൂടിയിട്ടുള്ളൊരു പോട്ടാണ് കേട്ടോ. ഇത് 2 ലിറ്ററിൻ്റെ ഒരു പോട്ടാണ് കേട്ടോ. 16 സെൻറ്റിമീറ്ററും 1.2 kg വെയിറ്റും ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ഇന്ദുസ്വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യസ് നമ്പർ 1 ഹെൽത്തി കുക്ക്വെയർ ബ്രാൻഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട പാത്രങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ആ ലിങ്കിൽ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് റസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 12% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഓണം കാര്യങ്ങളൊക്കെ വരാനായല്ലോ. അപ്പോൾ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു സമയത്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ കറക്റ്റ് റേറ്റ് നമുക്കിതിൽ പറയാൻ പറ്റില്ല. റേറ്റ് ഇങ്ങനെ മറിഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ റേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് റേറ്റ് പറയാത്തത്. അപ്പോൾ റേറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പാത്രങ്ങൾ മാത്രമല്ല, ഒരുപാട് പാത്രങ്ങൾ നമ്മളെ കിച്ചണിക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ റസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12% ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണിക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പുതിയ പാത്രം തന്നെ കഴുകിയിട്ട് അതിലേക്ക് ഞാനൊരു 2 കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനും അതേപോലെ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഇല്ലേ, അരിപ്പൊടി കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും ചേർത്തിട്ടുണ്ട്. 1 സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 സ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ഈസ്റ്റിൻ്റെ ബോട്ടിലിൻ്റെ ആ ഒരു അടപ്പിൽ ഒരു അടപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, കുഞ്ഞു അടപ്പാണ്. അപ്പോൾ ആ ഈസ്റ്റും ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഒരു 2.5 കപ്പ് വെള്ളം കറക്റ്റ് ആണ് കേട്ടോ ഇതിക്ക്. അപ്പോൾ ആദ്യം ഒന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ആദ്യം ഒരു കപ്പ് ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അരിപ്പൊടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ വെള്ളം അതിങ്ങനെ കുറുകി വരുമല്ലോ. അപ്പോൾ അതേപോലെ വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അപ്പം കഴിക്കാൻ. പിന്നെ അതേപോലെ നമ്മൾ തലേ ദിവസം മാവ് റെഡിയാക്കി വെക്കുകയൊന്നും വേണ്ട, ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിപ്പോൾ രാവിലെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ കിച്ചണിൽ വന്നാൽ ആദ്യം തന്നെ മാവ് റെഡിയാക്കി വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതിക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേന് മാവ് പൊങ്ങി വന്നോളൂ കേട്ടോ. 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചതുപോലെ നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കും കൂടെ ചെയ്യട്ടോ. നമ്മൾ തേങ്ങയൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ മിക്സിൻ്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട്, ജാർക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുക്കട്ടോ കേട്ടോ. അപ്പോൾ വെള്ളം ഒന്നും ഏറരുത് കേട്ടോ. വെള്ളം നമുക്ക് ഓട്ടടൻ്റെയൊക്കെ മാവുണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് മാവ് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മളെ പുതിയ ആ ഒരു ചെറിയ ബിരിയാണി പോട്ടുണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ മാവൊക്കെ കൂട്ടി വെക്കാൻ ഇതുപോലുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങളാട്ടോ നല്ലത്. നമ്മൾ അലുമിനിയം പാത്രങ്ങളൊക്കെ അലുമിനിയം പാത്രങ്ങളും അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊന്നും മാവ് കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. സ്റ്റീൽ പാത്രമാണ് കേട്ടോ നല്ലത്. അപ്പോൾ അത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടേനും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെജ് കുറുമയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു ഗ്രീൻ പീസ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ആ ഒരു കുക്കറും ഇതേപോലെ ഇൻഡസ്വാലിയത്തെ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിഴങ്ങ്, അതേപോലെ ക്യാരറ്റ്, തക്കാളി, പിന്നെ ചെറിയൊരു സവാള, പിന്നെ 2 പച്ചമുളകും. അപ്പോൾ റിച്ചുമോന് സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ എനിക്ക് ഒരു ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള റൈസ് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം തിളച്ചപ്പോഴേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ബസുമതി റൈസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അരി തമ്മിൽ കൂട്ടിമുട്ടുമല്ലോ, അങ്ങനെ കൂട്ടിമുട്ടാതെക്കാൻ വേണ്ടിയിട്ടാട്ടോ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറുനാരങ്ങൻ്റെ നീര് ഞാൻ ചേർക്കാൻ മറന്നുപോയി. ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കഴിഞ്ഞാൽ റൈസ് വേവ് കയറൂല. അപ്പോൾ അത് വേവട്ടെ കേട്ടോ. പിന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് നമ്മൾ ചെറിയ കുഞ്ഞു കടായി ഉണ്ടല്ലോ, ആ കടായി വെച്ചിട്ടുണ്ട്. നമ്മൾ വെജ് കുറുമയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ട് പൊട്ടിച്ചെടുത്തു, പിന്നെ 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു കുഞ്ഞു സവാള കട്ട് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു, അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. നല്ല ഈസിയാണ് ഈ ഒരു കുറുമ ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അതേപോലെ ഒരു ക്യാരറ്റ്, ചെറിയൊരു ക്യാരറ്റ് അത് കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തു. അതേപോലെ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തു. ഒരു തക്കാളി കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തു. പിന്നെ 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 മുളക് എടുത്തിട്ടുള്ളൂ. അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരണം. തക്കാളിയും സവാളയൊക്കെ പെട്ടെന്ന് തന്നെ ആവും, പക്ഷേ കിഴങ്ങൊന്ന് വേവണ്ടേ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കിഴങ്ങൊന്നും കൂടെ ഒന്ന് വെന്ത് വരാണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഞാനിതിലേക്ക് കുറുമ മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. കുറുമ മസാല ചേർത്ത് കഴിഞ്ഞാൽ വേറെ നമ്മൾ അണ്ടിപ്പരിപ്പൊന്നും അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മസാലപ്പൊടി മാത്രം മതി കേട്ടോ. വേറെ ഒന്നും നമ്മളിതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കുറുമ മസാല എവിടെ കിട്ടുകയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് നമുക്ക് നമ്മളെ ഹോം ഷോപ്പിലുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കണ്ടി. പിന്നെ കുരുമുളക് പൊടിയോ അതേപോലെ അണ്ടിപ്പരിപ്പ് അരച്ചതോ ഒന്നും തന്നെ ചേർക്കണ്ട കേട്ടോ. ആ ഒരു പൊടി മാത്രം ചേർത്താൽ മതി. അപ്പോൾ അതൊരു 1.5-2 സ്പൂണോളം ഞാൻ ചേർത്ത് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ടാക്കണം. അപ്പോൾ റിച്ച്മോന് ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 3 കിഴങ്ങ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ ആദ്യം. അങ്ങനെ കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ വെജ് കുറുമ എന്തായിക്കണം നോക്കട്ടോ. അപ്പോൾ ഇപ്പോൾ കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഗ്രീൻ പീസ് കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഗ്രീൻ പീസ് കുറച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ റൈസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ചേർത്താണ്ട് ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കുക. ചെറിയ തീയിലിട്ട് വെച്ചാൽ മതി. നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല കട്ടിയുള്ള പാത്രങ്ങളാണ്, ചൂട് കട്ടിയുള്ള പാത്രം എന്ന് പറയില്ലേ. അപ്പം അങ്ങനെ കൂടുതൽ ഗ്യാസൊന്നും ചിലവാകില്ല കേട്ടോ. അപ്പോൾ അത് ചെറിയ തീയിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഒറ്റ വിസിലിട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരൊറ്റ വിസിൽ അടുപ്പിച്ച് എടുക്കാം. ഈ കുക്കറും ഇൻഡസ്വാലിൽ തന്നെയാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കിച്ചണിലുള്ള ഒരുവിധം ഐറ്റംസ് ഒക്കെ ഇൻഡസ്വാലിത്തെ പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ആവശ്യമുള്ളവർ വാങ്ങിച്ചുകൊണ്ട്. പിന്നെ നമ്മളെ കറിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി. ഞാൻ ഇപ്പോൾ തേങ്ങ അരച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങ ചെറുകി മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അരച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി ഇത് പിഴിഞ്ഞതിൻ്റെ പാലെടുത്താലും മതി. ഞാൻ പിന്നെ തേങ്ങാപ്പാൽ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. അത് അരച്ചിട്ട് അരപ്പ് കറിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഗ്രീൻ പീസ് ചേർത്തില്ലേ, ഗ്രീൻ പീസും ചേർത്തൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ അരച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. അതേപോലെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ജാറൊന്ന് ചുഴറ്റിയിട്ട്. അപ്പോൾ ഇത്ര പണിയുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്.
അപ്പോൾ ഞാനിതിന് തൂമിക്കൊന്നും ചെയ്യണില്ല കേട്ടോ. ഒരു സ്പൂണ് നെയ്യയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കറി തിളക്കണ്ട കേട്ടോ. ആ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ ചട്ടി നല്ല ചൂടുണ്ട്. അപ്പോൾ ആ ഒരു ചൂടിൽ കടന്നിട്ട് തന്നെ തേങ്ങയൊക്കെ കുക്കായിക്കോളും. തിളച്ച് കഴിഞ്ഞാൽ കറി പിരിയും. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മൾ കുറുമക്കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ വെജിറ്റബിൾസ് കുറുമയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറ്. കുറുമ മസാല കിട്ടിയിട്ടില്ലെങ്കിൽ മസാലപ്പൊടികളായിട്ട് കുറച്ച് മല്ലിപ്പൊടിയും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കും. അതേപോലെ അണ്ടിപ്പരിപ്പ് അരച്ചതും ചേർക്കും. അല്ലെങ്കിൽ കുറുമ മസാല കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാറ്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കറിയൊക്കെ ആയല്ലോ. കറി ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു കുഞ്ഞു കടായി തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കടായി തന്നെ കറക്റ്റങ്ങൾ വീഡിയോയിൽ കുറച്ച് ദിവസം കാണുക. പുതിയ പാത്രങ്ങൾ കിട്ടിയ പിന്നെ അങ്ങനെയാണല്ലോ, വേറെ പാത്രങ്ങളില്ലാത്ത പോലെ പിന്നെ അതിൽ തന്നെയാവും അധികം കുക്കിങ്ങും. അപ്പോൾ നമ്മളെ കടായി വീണ്ടും ഞാൻ അടുപ്പത്ത് വെച്ചതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജീരകം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. നമ്മൾ കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ കിഴങ്ങ് വേവിച്ചതും അതേപോലെ കുറച്ച് മസാലപ്പൊടികളും മതി കേട്ടോ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്താൽ ആദ്യം. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുക. ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 സ്പൂണ് ചേർത്താൽ മതി കേട്ടോ. അപ്പം ഞാനൊരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഒരു സ്പൂണ് ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 സ്പൂണ് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ചിക്കൻ മസാല കയ്യിലില്ലെങ്കിൽ മല്ലിപ്പൊടി ചേർത്താലും മതി കേട്ടോ. ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല അല്ലെങ്കിൽ മല്ലിപ്പൊടിയോ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചേർക്കുക. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച കിഴങ്ങുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കിഴങ്ങ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ റൈസ് വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഉപ്പ് കയറും. അപ്പോൾ കിഴങ്ങ് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തതുകൊണ്ട് നല്ലോണം വെന്ത് ഇതായിട്ടുണ്ട് കേട്ടോ. അതേപോലെ റൈസും അത്യാവശ്യം വേവായിട്ടുണ്ട്. നാരങ്ങ നീരൊക്കെ ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട് ഇനി. അപ്പോൾ റൈസും ഇത്ര വേവണ്ട. അതേപോലെ കിഴങ്ങ് പിന്നെ വെന്ത് വിചാരിച്ചിട്ട് കുഴപ്പമില്ല, കുട്ടികൾക്ക് അല്ലെങ്കിൽ തന്നെ കിഴങ്ങ് നല്ലോണം വേവണം ഇവിടെ. അപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങളെ വീട്ടിലത്തെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിട്ടോ. റൈസ് ഇത്ര വേവണ്ട, റൈസ് വേറിപ്പോയതാണ്. നമ്മുടെ ചട്ടകം കൊണ്ടുള്ള ഇളക്കലും കൂടെ ആകുമ്പോഴേ ഒന്നും കൂടെ അങ്ങോട്ട് കട്ടയായി വരും. അപ്പം റൈസൊക്കെ ഇട്ടാണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചത് ഏതായാലും ഉണ്ടായിനല്ലോ, ഉണ്ടായപ്പോൾ ചേർത്ത് കൊടുത്തതാണ്. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ മല്ലിയില കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് വേവേറിയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എത്ര വേണ്ട, ഞാൻ വീണ്ടും പറയാം കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അതിൻ്റെ കൂടെ പിന്നെ വേറെ കൂട്ടാനൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുക. വേണമെങ്കിൽ ഒരു സാലഡും കൂടിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇപ്പം 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഏകദേശം സമയം. അപ്പം ഞാനിതാ നമ്മളെ മാവ് നോക്കിയപ്പോൾ മാവ് നല്ല ഉഷാറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം ഇനി കുട്ടികൾക്ക് പോകാനും നേരം വൈകൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലഞ്ച് ബോക്സ് റെസിപ്പി റെഡിയാക്കി, അതേപോലെ തന്നെ ചായ ഉണ്ടാക്കി, കറി ഉണ്ടാക്കിയൊക്കെ ആയല്ലോ. ഇനിയിപ്പോൾ അപ്പം ചുടുന്നത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് അങ്ങനെ കഴിച്ചു പോവാം. അപ്പോൾ ഞാൻ അടുപ്പത്താണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. പിന്നെ പാലപ്പച്ചട്ടിയിൽ വേണമെങ്കിൽ പാലപ്പച്ചട്ടിയിലും ഉണ്ടാക്കട്ടോ ഈ മാവ് കൊണ്ട് ഇതുപോലുള്ള അപ്പം. ഞാൻ നമ്മളെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടല്ലോ, ഇരുമ്പിൻ്റെ കടായി, ഇതും ഇൻഡസ് വാലിയത്തെ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ചട്ടിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി അടുപ്പൊക്കെ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായപ്പം കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നമ്മൾ ഓട്ടോടെ ചുട്ടെടുക്കൂലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ അത് ചുട്ടെടുക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു വലിപ്പത്തിൽ കേട്ടോ. നമ്മൾ പരത്തി കൊടുക്കുകയൊന്നും ചെയ്യണില്ല. ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ആ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇങ്ങനെ വരുന്ന ഒരു സമയത്ത് നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഈ ഒരു ചട്ടി നല്ല കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് അങ്ങനെ അടി പിടിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പാലപ്പ ചട്ടി ഇല്ലേ നമ്മളെ പാലപ്പം ചുടുന്ന ചട്ടിയിലും ഇത് ഉണ്ടാക്കട്ടോ. അങ്ങനെ അതിനും നടുക്കൊരു കുഴിയാണല്ലോ. അപ്പോൾ അതുപോലെ ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ അടച്ചു വെച്ചാൽ മതി. നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചട്ടി നല്ല ചൂട് വേണം. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതേപോലെയുള്ള നല്ല കുഞ്ഞു കുഞ്ഞു ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ഓട്ടപ്പായിട്ട് കിട്ടും. അപ്പോൾ ഒരപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ഈ ഒരു അപ്പം കഴിക്കാൻ. അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അതേപോലെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മളെ വെജ് കുറുമൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്.
അല്ലെങ്കിൽ എഗ്ഗ് കറിയോ എന്ത് കറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കട്ടോ. പിന്നെ ഇനി കറി ഇല്ലെങ്കിലും കുറച്ചും കൂടെ നമ്മൾ 1 സ്പൂൺ മധുരം ചേർത്തിട്ടുണ്ട് ഇനി മാവക്ക്. അപ്പം ഒരു 2-2.5 സ്പൂണൊക്കെ മധുരം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കറി ഇല്ലാതെയും കഴിക്കട്ടോ. കട്ടൻ ചായൻ്റെ ഒക്കെ കൂടെ അങ്ങനെ കടിച്ചുകൂട്ടിയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ എന്താ ഞാനങ്ങനെ ഓരോ അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. നമ്മൾ പാലപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കണ കാട്ടിലും ഇതേപോലെയുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ അപ്പമൊക്കെ ഇങ്ങനത്തെ ചട്ടിയിൽ ചുടുന്നതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. കാരണം ഈ അപ്പത്തിൻ്റെ വക്കൊക്കെ കണ്ടങ്ങൾ നല്ല മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളെ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. എൻ്റെ മക്കൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടേന്. അപ്പോൾ അതേപോലെ തന്നെ അല്ലേ എല്ലാവരുടെ വീടുകളിലും മക്കൾക്കാണ് ഇങ്ങനത്തെ അപ്പങ്ങളൊക്കെ ഇഷ്ടം. ഇവിടെ രാവിലെ അധികം അപ്പം ഉണ്ടാക്കുന്നതാട്ടോ കുട്ടികൾക്ക് ഇഷ്ടം. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കണമെങ്കിൽ അങ്ങനെ കൊടുത്തയക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ അപ്പം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് 10 അപ്പമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ 10 മുഴുവനായിട്ടില്ല. പക്ഷേ റിച്ചുമോ ചായ കുടിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ 10 അപ്പം കിട്ടിയിട്ടുണ്ട്. 2 കപ്പ് അരിപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതേപോലെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടോ നല്ല ആരെടുത്തിട്ടുള്ള നല്ല അടിപൊളി അപ്പമാണ് കേട്ടോ. നല്ല പഞ്ഞിക്കെട്ട് പോലെ ഉണ്ട് ഉള്ളൊക്കെ. നല്ല ടേസ്റ്റും ഉണ്ട് ഇനി കഴിക്കാൻ. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ വെജ് കുറുമയും ഈ ഒരു അപ്പം ഇതിനെന്താ ഇപ്പോൾ പേര് പറയുക, ഒരു കുഞ്ഞപ്പം എന്ന് പേര് പറയാം അല്ലേ. കുഞ്ഞു അപ്പങ്ങളല്ലേ. അപ്പം ഓട്ടടൻ്റെ പോലെ തന്നെയാണ്. പക്ഷേ ഓട്ടടൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ. നമ്മൾ വേറെ രീതിയിലല്ലേ ഇത് ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിന്. പിന്നെ ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കി ചോറും കൂട്ടാനും അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പിന്നെ ചക്കക്കൂട്ടാനാണ് ഉണ്ടാക്കിയത്. വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ചക്കക്കൂട്ടാനും ബീഫ് ഉണ്ടായിന്. അപ്പോൾ ബീഫ് കറിയും ചക്കക്കൂട്ടാനും ഉണ്ടാക്കി. ഇതൊന്ന് കഴിച്ചാൽ തന്നെ വയറ് നിറയും കേട്ടോ. നല്ല കട്ടില്ല നല്ല കനത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ നമുക്ക് നമ്മളതായിട്ടുള്ള പണികളൊക്കെ ഉണ്ടല്ലോ വേറെ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. പിന്നെ റിച്ചുമോന് ചോറും ആക്കി കൊടുത്തിട്ടുണ്ടായിന്. നമ്മൾ ഈ ഒരു കിഴങ്ങ് കൊണ്ടുള്ള റൈസ് കേട്ടോ. ഞാനിതിക്ക് ബസ്മതി റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. നമ്മൾ സാധാ റേഷൻ കടി തരില്ലേ, അതിൻ്റെ ചോറായാലും മതി. ഏത് ചോറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ കിഴങ്ങൊക്കെ വെച്ച്, കിഴങ്ങല്ലേലും കുട്ടികൾക്ക് ഇഷ്ടമാണല്ലേ. ഇവിടെയൊക്കെ അങ്ങനെ കേട്ടോ. കിഴങ്ങ് പൊരിച്ചു കൊടുക്കുകയാണ് ഏറെ ഇഷ്ടം. പിന്നെ അതേപോലെ ഉള്ള റൈസൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും അവരങ്ങനെ കഴിച്ചോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.